മാധവ് സുരേഷും സിനിമയുടെ അണിയറ പ്രവർത്തകരും അശ്വന്ത് ഗോക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിച്ചത് പിന്നൊന്നും ഓർമ്മയില്ലടോ. മാധവ് സുരേഷിന് ആ വിഷയത്തിൽ മറുപടി പറയണം എന്ന് മാധവിന് ആഗ്രഹമുണ്ട്. എനിക്ക് മുഖം പോലും കാണണ്ട. അയ്യോ, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ ചേട്ടാ, ഞാനാണ് നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നത്. ഫുൾ വീഡിയോ കണ്ടിട്ടില്ല, എന്റെ അടുത്ത് പലരും പറഞ്ഞാണ് അറിയുന്നുള്ള. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇഫ് നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം അശ്വന്ത് കോക്കിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്ന് അഡ്രസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ മനഃപൂർവ്വം വേണ്ട വിശദീകരണമൊന്നും വേണ്ട. എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം, അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണ്. അശ്വന്ത് കോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. ഏതഞ്ഞൂറ്? കുറച്ച് നേരത്തെ പറഞ്ഞ 500. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല. നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത ഒരാളാണ് നമ്മളെ വിളിച്ചത്. നിങ്ങളെക്കാൾ 3-4 വയസ്സിന് മൂപ്പ് എനിക്ക് തന്നെയല്ലേ? വേറെ പുതിയ നമ്പർ ഒന്നുമില്ലേ? നമ്മുടെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത വേറൊരാൾക്ക് ഒരു കോള് വന്നു. കള്ളം പറയരുത്. മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ആ റെക്കോർഡിംഗ് ആയിരുന്നു നമ്മൾ ഐ തിങ്ക് ന്യൂസ് 18 വഴിയും വേറെ ഏതൊക്കെയോ ചാനൽസ് വഴി പുറത്തോട്ട് പോയിട്ടുണ്ട്. എനിക്ക് ആകെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, കോക്കേട്ടാ, ഈ ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പേര് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേരും കൂടെ സംരക്ഷിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? സാധാരണ ഒരു പ്രേക്ഷകന് കണ്ടാൽ മനസ്സിലാവും, ഇത് മനസ്സിലാക്കുന്നുണ്ട്. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.